ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. ജൂലൈ മാസം 26-ാം തീയതി രാവിലെ 8:57 ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം മിക്ക കൂറുകളിലും ജനിച്ചവർക്ക് അവരുടെ അനുഭവങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. ഭാര്യ, ഭർത്താവ്, വിവാഹം, വാഹനം, ദാമ്പത്യം, സമ്പാദ്യം, നിധി, വിശിഷ്ട വസ്ത്രങ്ങൾ, സുഖഭോഗ വസ്തുക്കൾ തുടങ്ങിയവരൊക്കെ കാരകത്വം ശുക്രനാണ് വഹിക്കുന്നത്. പൊതുവെ ലൗകിക സുഖങ്ങളുടെയൊക്കെ കാരകത്വം ശുക്രനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുന്ന കൂറുകാർക്ക് ഈ കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടവും അഭിവൃദ്ധിയും അതുപോലെ അനുഭവ ഗുണവും ലഭിക്കുന്നതാണ്. മിഥുനം, കർക്കിടകം, ചിങ്ങം ഈ കൂറുകളിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം അനുഭവിക്കാനിടയുള്ള ഭാഗ്യാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ലഗ്നത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ഉം 12ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ശുക്രൻ വഹിക്കുന്നത്. ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വിഭവസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കും. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ സമൃദ്ധമായി ആവശ്യാനുസരണം അനുഭവിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ദാമ്പത്യ രംഗത്ത് പുതിയ ഒരു അനുഭവമാണ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. വളരെ കാലമായി ദൂരദേശങ്ങളിൽ പിരിഞ്ഞു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ചേരുവാനുള്ള അവസരം ഉണ്ടാകും. ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് കാര്യത്തിനോ അല്ലെങ്കിൽ വിദേശത്ത് പോയതിൻ്റെ പേരിലോ ഒക്കെ അകന്നു കഴിയേണ്ടി വരുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ച് കഴിയുവാനുള്ള അവസരം ഉണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വേർപിരിഞ്ഞു കഴിയുകയും ചെയ്തിരുന്ന ദമ്പതിമാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും ഒന്നിച്ചു ചേരുവാനുള്ള ഒരു അവസരമാണ് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ വിവാഹ ആലോചനകൾ നടത്തിയിട്ട് വിവാഹം നടക്കാൻ താമസം വരുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹത്തിനുള്ള ചില അനുകൂല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധ്യത കാണുന്നു. സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളുമൊക്കെ സ്വന്തമാക്കുവാനുള്ള അവസരമാണ് ശുക്രന്റെ ലഗ്നസ്ഥിതി കൊണ്ട് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത്. വളരെ കാലമായി സ്വപ്നം കാണുന്ന വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാനോ ഒക്കെയുള്ള യോഗമാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് ഉള്ളത്. പുതിയതും മനോഹരവുമായ കട്ടിലുകളും മേശകളും കസേരകളും ഒക്കെ ഗൃഹത്തിൽ വാങ്ങിക്കാനുള്ള അവസരമുണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ ആവശ്യമുള്ള സുഖഭോഗ വസ്തുക്കളൊക്കെ ഈ കൂറുകാര് ഉടൻ തന്നെ കരസ്ഥമാക്കും. സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ചില ക്രമീകരണങ്ങളൊക്കെ വീടുകളിൽ നടത്തുവാനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും. സാമ്പത്തികമായ അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുന്നതിനും ഒരു ഭദ്രമായ സാമ്പത്തിക നില കൈവരുത്തുന്നതിനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. അതുപോലെ തങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് സന്ദർഭോചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സാമ്പത്തികമായ ഉയർച്ചയും കർമ്മരംഗത്ത് വിജയവും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. സന്താനങ്ങൾ മുഖാന്തിരം വലിയ വലിയ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് യോഗമുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യമായാലും അവരുടെ വിവാഹ കാര്യമായാലും അവരുടെ ഉദ്യോഗ കാര്യമായാലും അതിലൊക്കെ തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് വിജയിക്കുവാൻ അവസരമുണ്ടാകും. പൊതുവെ ശുക്രന്റെ ലഗ്നസ്ഥിതി ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത്. അതുപോലെ ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മറ്റൊരു കൂറ് കർക്കിടകക്കൂറാണ്.
പുണർതംകാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രന്റെ രാശിമാറ്റം മൂലം ഉത്കൃഷ്ടമായ ഒരു ധനാഗമമാണ് അനുഭവപ്പെടാൻ പോകുന്നത്. സാമ്പത്തികമായ ലാഭം ഇവർക്ക് വലിയ തോതിൽ അനുഭവപ്പെടുന്നതാണ്. വളരെ ഉത്കൃഷ്ടമായ മാർഗങ്ങളിലൂടെയായിരിക്കും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നത്. സ്വന്തം അധ്വാനത്തിലൂടെ വിജയത്തിലെത്തുവാനും അതിന്റെ ഫലമായി സാമ്പത്തികമായ നേട്ടം അനുഭവിക്കുവാനുമാണ് യോഗം കാണുന്നത്. നേരായ മാർഗത്തിലൂടെ, ശരിയായ ജോലിയിലൂടെ, അല്ലെങ്കിൽ ശരിയായ അധ്വാനത്തിലൂടെ അതിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സിന് വേദന ഉണ്ടാകാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാത്ത രീതിയിലുള്ള ധനസമ്പാദന മാർഗമായിരിക്കും ഇവർ അവലംബിക്കാൻ പോകുന്നത്. കച്ചവടം ചെയ്തോ, കൃഷി ചെയ്തോ, അല്ലെങ്കിൽ വ്യവസായം നടത്തിയോ, അല്ലെങ്കിൽ വ്യാപാരത്തിൽ പങ്കുചേർന്നോ ഒക്കെ ഉള്ള ലാഭം ഇവരുടെ സാമ്പത്തികമായ നേട്ടത്തിന് ഉപകരിക്കുന്നതാണ്. വിശിഷ്ടമായ വസ്ത്രങ്ങളുടെ ലഭ്യത ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ്. വളരെ വിലയേറിയതും അമൂല്യമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും അത് ഉപയോഗിക്കുവാനുമുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ മൃഷ്ടാന്ന ഭോജനം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുവാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ അഭിവൃദ്ധി അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളും അതുപോലെ അരിഷ്ടതകളും ഒക്കെ മാറി ശാന്തിയും സമാധാനവും ഐശ്വര്യവും കുടുംബത്തിൽ പുലരുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യോജിപ്പും ഐക്യവും വർദ്ധിക്കുകയും അതിലൂടെ എല്ലാവർക്കും മാനസികമായ സംതൃപ്തി കൈവരുന്നതുമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വരികയും വലിയ സഹായവും സഹകരണവും പരസ്പരം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ ഈ കൂറിൽ ജനിച്ചവർക്ക് വാഹനം, വീട്, വസ്തു ഇതൊക്കെ വാങ്ങിക്കുവാനുള്ള അനുകൂലമായ സമയമാണ് ഈ ശുക്രന്റെ രാശിമാറ്റം. തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ വീട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പുതുതായി വീട് പണിയുവാനോ ഇവർക്ക് കഴിയും. വസ്തുവകകൾ വാങ്ങിക്കുന്നതിനും വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ് ഇവർക്ക് കൈവന്നിരിക്കുന്നത്. രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വലിയ ആരോഗ്യ പുരോഗതി ഉണ്ടാകുന്നതാണ്. ചില രോഗങ്ങൾ വന്ന് ചികിത്സ നടത്തിയിരുന്നവർ ആ ചികിത്സയൊക്കെ അവസാനിപ്പിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ ദാമ്പത്യപരമായി വലിയ ഉയർച്ചയാണ് ഈ കൂറുകാർക്ക് കാണുന്നത്. വളരെ ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം ഈ കൂറിൽപ്പെട്ട ദമ്പതിമാർക്കിടയിൽ വന്നു ചേരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. എല്ലാം കൊണ്ടും കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രന്റെ മിഥുന രാശിയിലെ സ്ഥിതി വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് ചിങ്ങക്കൂറ്. ഈ കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ഉം 10-ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ശുക്രൻ വഹിക്കുന്നത്. ശുക്രന്റെ ഈ 11-ാം ഭാവത്തിലെ സ്ഥിതി വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ബന്ധുലാഭം, മൃഷ്ടാന്ന ഭോജനം, ധനലാഭം, കളത്ര സുഖം, അതുപോലെ വലിയ കാര്യപ്രാപ്തി, മനസ്സിന് സന്തോഷം, സുഗന്ധദ്രവ്യങ്ങളുടെയും ആഡംബര വസ്തുക്കളുടെയും ഒക്കെ ലബ്ധി, ഇതൊക്കെ ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്ന ഗുണഫലങ്ങളാണ്. വളരെ കാലമായി ബന്ധുക്കളുമായി കലഹിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അനുകൂല സമയമാണ് വരാൻ പോകുന്നത്. പുതിയതായി ബന്ധുക്കൾ ഉണ്ടാവുകയും അവരുമായി സഹകരിച്ചും അതുപോലെ സഹായിച്ചും ജീവിക്കുന്നതിലൂടെ വലിയ മനസ്സന്തോഷവും ആത്മാഭിമാനവും ലഭിക്കുന്നതാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഈ കൂറിൽ ജനിച്ചവർക്ക് കാണുന്നുണ്ട്. സാമ്പത്തികമായ വലിയ ഉന്നതിയാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത്.
ഇതുവരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് കഴിഞ്ഞുകൂടിയവർക്ക് അതെല്ലാം മാറി സാമ്പത്തികമായി വലിയ ഒരു ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. വളരെ കാലമായി ലഭിക്കാതിരുന്ന സമ്പത്തുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. കടം കൊടുത്തിട്ട് തിരികെ കിട്ടുവാൻ പ്രയാസപ്പെട്ടിരുന്ന പണം വളരെ പെട്ടെന്ന് തിരികെ കിട്ടും. അതുപോലെ സർക്കാരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഒക്കെ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ചിട്ടിയും ലോണും ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. ഇതുവരെ വളരെ ബുദ്ധിമുട്ടിലും നഷ്ടത്തിലുമായിരുന്ന കർമ്മമേഖല പുഷ്ടിപ്പെടുന്നതും അതിലൂടെ സാമ്പത്തികമായ വലിയ ലാഭം ഉണ്ടാകുന്നതുമാണ്. കളത്ര സുഖം അനുഭവിക്കാനുള്ള യോഗവും ഈ കൂറുകാർക്ക് കാണുന്നു. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹത്തിനുള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ കാര്യപ്രാപ്തിയും ഈ കൂറുകാർക്ക് വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാനും അതിൽ വിജയം നേടുവാനുമുള്ള ഉറച്ച തീരുമാനം എടുക്കുവാനും ആ തീരുമാനപ്രകാരം പ്രവർത്തിച്ച് ജീവിച്ച് വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ ഇവർക്ക് അനുഭവപ്പെടും. പല കാരണങ്ങളാൽ മനസ്സിന് ദുഃഖം അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വലിയ സന്തോഷവും അതുപോലെ മാനസികമായ ഉന്മേഷവും അനുഭവപ്പെടുന്നതാണ്. മക്കളുടെ കാര്യത്തിലായാലും ശരി, ദാമ്പത്യ കാര്യത്തിലായാലും ശരി, സാമ്പത്തിക കാര്യത്തിലായാലും ശരി, അതുപോലെ വീട്, വാഹനം തുടങ്ങിയവയെക്കുറിച്ച് ആയാലും ശരി, ഇവർ അനുഭവിച്ചിരുന്ന എല്ലാവിധ ക്ലേശങ്ങളും അതുപോലെ സംഘർഷങ്ങളും അവസാനിക്കുന്നതും വളരെ ഉയർന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തുവാനും ഇവർക്ക് കഴിയും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും എന്നത്തേക്കാൾ ഉപരിയായിട്ട് അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ശുക്രന്റെ ഈ 11-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ആഡംബര വസ്തുക്കളുടെ ലഭ്യത ഇവർക്ക് അനുഭവപ്പെടും. വീട്ടിൽ വേണ്ട മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, TV തുടങ്ങിയ വസ്തുക്കളൊക്കെ ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായ വിലയേറിയ വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും അതൊക്കെ ഉപയോഗിക്കുവാനുമുള്ള ഭാഗ്യവും ഈ കൂട്ടർക്ക് കാണുന്നുണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും പൂർത്തീകരിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. കർമ്മമേഖലയിൽ വലിയ പുരോഗതിയും അതുമൂലം സാമ്പത്തികമായ വലിയ നേട്ടവും ഈ കൂറുകാർക്ക് കൈവരുന്നതാണ്. ശുക്രന്റെ രാശിമാറ്റം മൂലം 3 കൂറുകാർക്ക് അനുഭവപ്പെടാനിടയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും പരിഗണിക്കേണ്ടതുണ്ട്. ചില ഗ്രഹങ്ങൾ അനുകൂലമായും ചില ഗ്രഹങ്ങൾ പ്രതികൂലമായും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതുമൂലമുള്ള ചില ദോഷഫലങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഏതാണ്ട് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശുക്രന്റെ മിഥുനരാശിസ്ഥിതി വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ദോഷഫലങ്ങളൊക്കെ മാറി ശുഭഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടുന്നതിന് ഈ കൂറിൽ ജനിച്ചവർ വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നതും ലക്ഷ്മി ദേവിക്ക് താമരമൊട്ട് സമർപ്പിക്കുന്നതും ദുർഗാദേവിക്ക് ദ്രവ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ മഹാദേവന് ധാരയും കൂവളമാലയും സമർപ്പിക്കുന്നതും സഹായകരമാകും. ഈ കൂറിൽ ജനിച്ചവർ ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടും ശുഭാപ്തി വിശ്വാസത്തോടെയും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും മുന്നേറുകയാണെങ്കിൽ പൂർണ്ണമായി ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൂറുകാർക്ക് വളരെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ഏറെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.